എഫെസോസ് അധ്യായം 3 മോക്ക് ടെസ്റ്റ് 4. 1. വിജാതിയരുടെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്നത് ആര്? പൗലോസ്ലീഹ, പത്രോസ്ലീഹ, യോഹന്നാൻ. 2. ക്രിസ്തുവിൻ്റെ രഹസ്യം പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെട്ടത് എങ്ങനെ? ഉൾക്കാഴ്ച വഴി, വെളിപാട് വഴി, പ്രവാചകന്മാർ വഴി. 3. വിശുദ്ധരായ അപ്പസ്തോലന്മാർക്കും പ്രവാചകർക്കും ക്രിസ്തുവിൻ്റെ രഹസ്യം വെളിപ്പെടുത്തി കൊടുത്തത് ആര്? പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ്. 4. പൗലോസ്ലീഹായ്ക്ക് ലഭിച്ച വെളിപാട് അനുസരിച്ച് യേശു ക്രിസ്തുവിൽ വാഗ്ദാനത്തിൻ്റെ ഭാഗഭാക്കുകളായത് ആര്? യഹൂദർ, റോമാക്കാർ, വിജാതിയർ. 5. ദൈവത്തിൻ്റെ ഡാഷ് ഞാൻ ഈ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായി. വാഗ്ദാനത്തിൻ്റെ ശുശ്രൂഷയുടെ കൃപാവരത്താൽ. 6. സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിൽ എത്രത്തോളം നിഗൂഢമായി സ്ഥിതി ചെയ്തിരുന്ന രഹസ്യം എന്നാണ് വചനത്തിൽ സൂചിപ്പിക്കുന്നത്. വർഷങ്ങളോളം, യുഗങ്ങളോളം, കാലങ്ങളോളം. 7. ക്രിസ്തുവിൻ്റെ രഹസ്യം പൗലോസ്ലീഹായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തത് എന്തിനു വേണ്ടി? സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി, സ്ലീഹായ്ക്ക് അംഗീകാരം കിട്ടാൻ, സുവിശേഷ പ്രസംഗത്തിനു വേണ്ടി. 8. പൗലോസ്ലീഹായുടെ വാക്കുകളിൽ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം നമുക്ക് ലഭിക്കുന്നത് എന്ത്? സ്നേഹം, സ്വർഗം, ആത്മധൈര്യം. 9. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സഹിക്കുന്ന പീഡകളെ പ്രതി നിങ്ങൾ എന്ത് ചെയ്യരുതെന്നാണ് പൗലോസ്ലീഹ അഭ്യർത്ഥിക്കുന്നത്? വിഷമിക്കരുത്, സഹിക്കരുത്, ഹൃദയവ്യഥ അനുഭവിക്കരുത്. 10. ക്രിസ്തു തൻ്റെ ആത്മാവിലൂടെ എഫേസോസുകാരുടെ ആന്തരിക മനുഷ്യനെ എങ്ങനെ ശക്തിപ്പെടുത്തണമെന്ന് പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്നത്? സ്നേഹത്തിനൊത്ത വിധം, പ്രവർത്തിക്കൊത്ത വിധം, അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം. 11. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ആരോടൊപ്പമാണ് ശക്തി ലഭിക്കട്ടെ എന്ന് പൗലോസ്ലീഹ പറഞ്ഞത്? ശിഷ്യരോടൊപ്പം, അപ്പസ്തോലന്മാരോടൊപ്പം, എല്ലാ വിശുദ്ധരോടൊപ്പം. 12. നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരാൻ കഴിയുന്ന അവിടത്തേക്ക് സഭയിലും യേശുക്രിസ്തുവിനും തലമുറകളോളം എന്നേക്കും മഹത്വമുണ്ടാകട്ടെ. അധ്യായം, വാക്യം എഴുതുക. 3-ാം അധ്യായം 20 മുതൽ 21 വരെ, 3:23, 3:10. ഉത്തരങ്ങൾ: 1. പൗലോസ്ലീഹ. 2. വെളിപാട് വഴി. 3. പരിശുദ്ധാത്മാവ്. 4. വിജാതിയർ. 5. കൃപാവരത്താൽ. 6. യുഗങ്ങളോളം. 7. സഭയിലൂടെ ദൈവത്തിൻ്റെ ബഹുമുഖ ജ്ഞാനം വ്യക്തമാക്കി കൊടുക്കാൻ വേണ്ടി. 8. ആത്മധൈര്യം. 9. ഹൃദയവ്യഥ അനുഭവിക്കരുത്. 10. അവിടുത്തെ മഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം. 11. വിശുദ്ധരോടൊപ്പം. 12. 3-ാം അധ്യായം 20 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ.